ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ടെറസിൽ നട്ട പയറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറയെ പൂക്കളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കിളികളൊക്കെ വന്ന് അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പയർ ഈ പ്രാവശ്യം നമുക്ക് വളമൊക്കെ നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് നല്ല വിളവെടുപ്പുണ്ടായിരുന്ന പയർ നമുക്കൊരു ദിവസം അത്യാവശ്യം ഒരു 2 കിലോ പയറിന് വേണ്ടി നമുക്ക് ടെറസിൽ നിന്നും താഴെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ചേർത്തേക്കുന്ന വളമെന്ന് പറഞ്ഞാൽ പയർ ചെടി ഞങ്ങൾ ചെടിച്ചട്ടിയിലോട്ട് മാറ്റാൻ നേരം നമ്മൾ ചകിരിച്ചോറും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടായിരുന്നു നട്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം അത് ഒരു ഇതൊക്കെ വളർച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജൈവവളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജൈവവളം ചേർത്ത് ഒരാഴ്ച ഇടവിട്ട് ഞങ്ങൾ പിന്നെ പൊട്ടാഷ്യം ഫാക്ടംഫോസും ചേർത്ത ഒരു മിശ്രിതം 1 സ്പൂൺ വീതം ഓരോ ചട്ടിയിലും ചേർക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പയറൊക്കെ നല്ല രീതിയിൽ വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു 2-3 കിലോ പയർ തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് നല്ല രീതിയിലുള്ള പയറാണ്. നല്ല അത്യാവശ്യം വണ്ണവും നീളമൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള കഴിഞ്ഞ വർഷത്തെക്കാളും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പയർ കിട്ടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചേർത്തേക്കുന്ന വളമൊക്കെ ഇങ്ങനെയുള്ള വളമാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ.